ഓക്കെ. അപ്പൊ എഗെയിൻ നമുക്ക് തന്മാത്രകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തത് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എടുത്തു അല്ലെ. O2, 5O2 അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നിങ്ങൾക്കത് മനസ്സിലായി. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മൾ എടുക്കുന്നത് കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നു, ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ രാസസൂത്രം എഴുതിയിട്ടുണ്ട് അല്ലെ. HCl ഒന്നിച്ച് എഴുതിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം അതെന്താണ്, ഒന്നിച്ച് നിൽക്കുന്നതാണ്. ആരൊക്കെ ഒന്നിച്ച് നിൽക്കുന്നത്? ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിനാണ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും? ഹൈഡ്രജനും ക്ലോറിനും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ പേര് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയവർക്കറിയാം. ഇറ്റ് ഈസ് ഹൈഡ്രജൻ ക്ലോറൈഡ്. എന്താ? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നാണ്. ഇനി എന്താ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഹൈഡ്രജനും ക്ലോറിനും ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ മോളിക്യൂളാണ്. അത് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ ആളാണ്. അപ്പൊ അത് സിംഗിൾ മോളിക്യൂളാണ്, ഒറ്റ മോളിക്യൂളാണ്. അപ്പൊ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നാണ്. ഒന്നിച്ച് നിൽക്കുകയാണ് അവർ. പക്ഷേ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ. അതിൽ രണ്ട് വ്യത്യസ്ത ആറ്റങ്ങൾ ഉണ്ട് അല്ലെ. ആരൊക്കെയാ? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പൊ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും എഴുതാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ 2 ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അതേപോലെ നമ്മൾ പുതിയൊരു കോമ്പൗണ്ട് പരിചയപ്പെടുകയാണ്, പുതിയൊരു സംയുക്തം SO2. എസ് എന്താണെന്ന് നമ്മൾ എലമെന്റ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. എസ് ഈസ് സൾഫർ. O എന്താ നമുക്കറിയാം? ഓക്സിജൻ ആണ്. അപ്പൊ സൾഫറിന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, SO2. അതിൽ ആരൊക്കെയുണ്ട്? സൾഫറും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നമ്മൾ എങ്ങനെ ഇതിനെ വിളിക്കേണ്ടപ്പോ ഒരു പേര് വിളിക്കണ്ടേ? സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കും. സൾഫർ ഡൈ ഓക്സൈഡ്. ഈ ഡൈ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് 2 എണ്ണം എന്നാണ്. എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡ് എന്നാ ഇതിന്റെ പേര്. നമ്മുടെ ചോദ്യം അതല്ല. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര തന്മാത്രയുണ്ട്, എത്ര ആറ്റങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സൾഫറും 2 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്ന ഒരാളായി, ഒരു സിംഗിൾ ആളായിട്ടുണ്ട് അല്ലെ. ഒരു സൾഫറും 2 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തന്മാത്രയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ എന്തിന്റെയാണ്? ഒറ്റൊരാളാണ്. ഇവരൊന്നിച്ചേ നിൽക്കും. ഇനി ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണക്കാക്കാൻ വേണ്ടി പറ്റും? 2 ഓക്സിജൻ ആറ്റവും ഒരു സൾഫർ ആറ്റവും അല്ലേ. അപ്പൊ ടോട്ടൽ എത്രയായി ആറ്റങ്ങളുടെ എണ്ണം? ടോട്ടല് 3 ആയി. ഓക്കെ. ഇനി NaCl ഞങ്ങളോട് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്. Na സോഡിയാണ്, നമുക്ക് പഠിക്കാനുണ്ട്. ലാറ്റിൻ നാമത്തിൽ നിന്നും പേര് വന്നിട്ടുള്ള ഒരു എലമെന്റ് ആണ്. നേട്രിയത്തിൽ നിന്നുമാണ് Na എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്. കറിയുപ്പ്, നമ്മുടെ ഉപ്പ് ആണ്. ഇതും എന്താണ്? സോഡിയത്തിന്റെ ഒരു ആറ്റവും ക്ലോറിന്റെ ഒരു ആറ്റവും സംയോജിക്കുന്നു, ഒരു തന്മാത്ര ഉണ്ടാവുന്നു. തന്മാത്രകളുടെ എണ്ണം ഇവിടെയും 1 തന്നെയാണ്. പക്ഷെ ഇവിടെ എത്ര ആറ്റം ഉണ്ട്? ഒരു സോഡിയത്തിന്റെ ആറ്റവും ഒരു ക്ലോറിന്റെ ആറ്റവും. അപ്പൊ ടോട്ടൽ എത്രയായി? 2 ആറ്റങ്ങളായി. അഗൈൻ NO. ഇത് നോ അല്ല കേട്ടോ. NO എന്ന് പറഞ്ഞാൽ N is നൈട്രജൻ പഠിച്ചിട്ടുണ്ട്. O is ഓക്സിജൻ. അപ്പൊ നൈട്രജനും ഓക്സിജനും സംയോജിച്ചുണ്ടായ ഒരു കോമ്പൗണ്ട് ആണ്. നമ്മൾ ഒന്നിച്ച് എഴുതും അതിനെ. അതാണ് എന്ത്? NO എന്ന് പറയുന്നത്. ഇതിനെ വായിക്കേണ്ടത് നൈട്രിക് ഓക്സൈഡ്. എന്താ വായിക്കുക? നൈട്രിക് ഓക്സൈഡ്. ഇതും ഒരു തന്മാത്രയാണ്. തന്മാത്രകളുടെ എണ്ണം തന്നെയാണ് 1 തന്നെയാണ്. ഇവിടെ എത്ര ആറ്റങ്ങളുണ്ട്? ഒരു നൈട്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര വന്നു? 2 വന്നു. ഓക്കെ. NH3 ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അമോണിയ. ഞാൻ ഫസ്റ്റില് മൂലകങ്ങളും സംയുക്തങ്ങളും എടുക്കുമ്പോൾ ഒരു അമോണിയനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അമോണിയ ഒരു സംയുക്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അമോണിയയുടെ രാസസൂത്രം എന്ന് പറയുന്നത് എന്താ? NH3. അതെന്താ മീൻ ചെയ്യുന്നത്? അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനും കൊണ്ടാണ്. അമോണിയയുടെ ഒരു തന്മാത്ര എന്ന് പറയുന്നത് ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും ആണ്. അപ്പൊ ഇത് ഒരു തന്മാത്രയാണ്. തന്മാത്രകളുടെ എണ്ണം 1 തന്നെയാണ്. പക്ഷെ അതിൽ ആരൊക്കെയുണ്ട്? എത്ര ആറ്റങ്ങളുണ്ട്? ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായി? ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയായി? 1 3
4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പമാണ് ആലോചിച്ച് എഴുതാൻ. ഇവിടെ നമ്മൾ ഇടതുവശത്ത് ഒരു സംഖ്യയും എഴുതിയിട്ടില്ല, ഇടതുവശത്തൊന്നും എഴുതിയിട്ടില്ല. അല്ലാതെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണം മാത്രം എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സംയുക്തങ്ങളിലെ എന്ത് കണ്ടുപിടിക്കുക, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലൊക്കെ നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, തന്മാത്രകളുടെ എണ്ണം എത്രയായിരുന്നു? എല്ലാത്തിലും 1 അല്ലേ. അപ്പൊ നമ്മൾ തന്മാത്രകളുടെ എണ്ണം 1-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇടതുവശത്തെ സംഖ്യയാണ് തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 2HCl എഴുതിയ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് എഴുതിയ നമ്പറാണ് തന്മാത്രകളുടെ എണ്ണം. അപ്പൊ 2 ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രകൾ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ മാറും അല്ലെ. ഇടതുവശത്ത് 2 ഉള്ളത് കൊണ്ട് തന്നെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി ഒരു HCl തന്മാത്രയിലാണ് 2 ആറ്റങ്ങൾ അല്ലെ. അപ്പൊ 2 HCl തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 2 × 2 അല്ലെ. ഒരു HCl തന്മാത്രയിലായിരുന്നു 2 ആറ്റങ്ങൾ നേരത്തെ നമുക്ക് കിട്ടിയതാണ്. ഇപ്പൊ നമ്മൾ 2 ചേർത്തു. അപ്പൊ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 2 × 2 സമം 4 ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, SO2 നോക്കാം നമുക്ക്. ഞാനിവിടെ 3 എഴുതാന്ന് വിചാരിച്ചു. 3 SO2. എവിടെ മാറ്റം വരിക? തന്മാത്രകളുടെ എണ്ണം മാറിയില്ലേ? 1 അല്ല, ഇപ്പൊ എന്താ? തന്മാത്രകളുടെ എണ്ണം 3 ആണ്. ഇനി ഈ കിട്ടിയ 3 എന്താ? ഒരു SO2-ല് 2 1 ആകെ 3 ആറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 3 SO2-ൽ എത്ര ഉണ്ടാവും? 3 × 3 = 9. ഓക്കെ, NaCl അതിലാകെ 2 ആറ്റങ്ങളാണ്, ഒരു തന്മാത്ര. ഞാൻ ഇവിടെ 2 എഴുതുന്നു വിചാരിച്ചു. എന്തൊക്കെ മാറും ഇവിടെ? തന്മാത്രകളുടെ എണ്ണം എത്രയാവും? തന്മാത്രകളുടെ എണ്ണം എത്രയാണാവുക? 2 ആവും. ഒരു NaCl തന്മാത്രയിലാണ് 2 ആറ്റങ്ങൾ. അങ്ങനെയാണെങ്കിൽ 2 NaCl തന്മാത്രയിൽ 1-ൽ 2 ആറ്റം. അപ്പൊ 2 എണ്ണത്തിൽ എത്ര ഉണ്ടാവും? 2 × 2 = 4. NO ഇവിടെ 5 എഴുതാന്ന് വെച്ചോ. 5NO എവിടെയാ മാറ്റം വരിക? തന്മാത്രയുടെ എണ്ണം എത്രയായി? 5. ഒരു തന്മാത്രയിൽ 2 ആറ്റങ്ങൾ. 5 തന്മാത്രയിൽ എത്ര ഉണ്ടാവും? അപ്പോ എത്ര ഉണ്ടാവും? 5 × 2 = 10 എന്ന് കിട്ടും. അഗൈൻ NH3 അല്ലേ. ഒരു തന്മാത്രയിലാണ് ഞാൻ 4 ആറ്റങ്ങൾ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇവിടെ 2NH3 എഴുതുന്നു വിചാരിച്ചോളൂ. എന്താ മാറ്റം വരിക? തന്മാത്രകളുടെ എണ്ണം 2 ആയിരിക്കും. ഒരു NH3-ൽ 4 ആണ്. അപ്പൊ 2-ൽ എത്ര ഉണ്ടാവും? 2 × 4 അല്ലേ, = 8. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലും കൂടെ ആൻസർ എഴുതാൻ വേണ്ടി പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ചെയ്ത് കാണുക വീഡിയോ, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എക്സാമ്പിൾസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കണം. ഓക്കെ.